6ാം ക്ലാസ്സിലെ മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിജു പൊട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ മക്കളെ കുറേ ദിവസമായിട്ട് മിസ് കണ്ടിട്ടില്ല. അപ്പം എൻ്റെ മക്കളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മിസ് ഓടി വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ മക്കളെ കുറേ സംശയങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞു. ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരും, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം, എത്ര മാർക്കിനാണ് വരിക, വെയിറ്റേജ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംശയങ്ങൾ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കൊക്കെ മറുപടി ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഇന്ന ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കണം ആനുവൽ എക്സാമിന് വേണ്ടിയിട്ട്, ഇന്ന ചാപ്റ്റേഴ്സ് ഇത്ര മാർക്കിന് വരും എന്നൊക്കെ എന്താ പറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് ഉറപ്പിച്ച് ഇന്ന് 2 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരും, 4 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരും, അങ്ങനെ ഒരു ഉറപ്പിച്ച് പറയാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമുക്കൊരു സാധ്യത പറയാൻ പറ്റും. കുറേ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനൊക്കെ അനലൈസ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു സാധ്യത പറയാൻ പറ്റും. ഇത്ര മാർക്കിന് ഇതിൽ നിന്നും വരുമായിരിക്കും എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം മിസ്സല്ലല്ലോ ക്വസ്റ്റ്യൻ ഇടുന്നത്. മിസ്സാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 2 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പം മിസ്സല്ലല്ലോ ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യനൊക്കെ അനലൈസ് ചെയ്തതിൻ്റെ ഒരു വെളിച്ചത്തിൽ, മിസ്സുമാരും സാറന്മാരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്തതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഒരു എന്താ പറയുക നമ്മുടെ ഒരു സാധ്യത ഇവിടെ മിസ് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം നമ്മൾ എന്താ പറയുക മുന്നിൽ നിന്ന് ചാപ്റ്റേഴ്സ് 1 to 10 ചാപ്റ്റേഴ്സ് വരെ നമ്മളിങ്ങനെ പഠിച്ചു വന്നു. ഇനി നമ്മൾ തിരിച്ചാണ് കൗണ്ട് ഡൗൺ 10 to 1, അതായത് 10ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതായത് രൂപത്തിനും ബലത്തിനും. അത് നമ്മൾ ഒരുമിച്ച് പഠിച്ച ചാപ്റ്റർ അല്ലേ? യെസ്, നമ്മൾ അടിച്ച് പൊളിച്ച് പഠിച്ച ചാപ്റ്ററാണ്. അപ്പോൾ ഇനി നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് പഠിച്ചത്. അതിനൊന്ന് റിവൈസ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മിസ്സിൻ്റെ ക്ലാസ് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ നോട്ട് എന്ത് ചെയ്യും, അതിൻ്റെ അടിയിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ നോട്ടും കൂടി ഒന്ന് എടുത്ത് നോക്കുക. നോട്ട് വായിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഒരു 7 to 9 മാർക്കിന് നമ്മുടെ രൂപത്തിനും ബലത്തിനും എന്ന ചാപ്റ്റർ വരാൻ സാധ്യതയുണ്ട്. അതായത് 7 to 9 മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, 7 ആവാം, 8 ആവാം, 9 ആവാം. നമുക്കങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല, കാരണം മിസ്സല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പോൾ രൂപത്തിനും ബലത്തിനും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് സ്ട്രെസ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കണം. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് അല്ലേ? അപ്പം അതുപോലെ ചേർക്കാം പിരിക്കാം, അതിൽ നിന്നും ഏകദേശം ഒരു എന്താ പറയുക 7 to 9 മാർക്സിന് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യണം, ഒന്ന് നന്നായിട്ട് എൻ്റെ മക്കൾ നോക്കണം. അതേപോലെയാണ് തിങ്കളും താരങ്ങളും എന്നുള്ള ചാപ്റ്റർ. ഈ ഒരു 3 ചാപ്റ്റർ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കണം. കാരണം ക്രിസ്മസ് എക്സാമിന് വരാത്ത ചാപ്റ്ററാണ്. ഇതിൽ നിന്നാണ് കൂടുതൽ വെയിറ്റേജിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റർ എന്ത് ചെയ്യണം, എൻ്റെ മക്കളൊന്ന് നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ആകർഷിച്ചും വികർഷിച്ചും ഏകദേശം ഒരു 4 to 6 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ 5 to 8 മാർക്കിന് ഒന്നിച്ച് നിൽക്കാം എന്ന ചാപ്റ്റർ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് നന്നായിട്ട് നോക്കണം. ഈ ഒരു 3 ചാപ്റ്റർ ആകർഷിച്ചും വികർഷിച്ചും തിങ്കളും താരങ്ങളും ചേർക്കാം പെരുക്കാം രൂപത്തിനും ബലത്തിനും, ഈ ഒരു ചാപ്റ്റേഴ്സ് ഒന്ന് നന്നായിട്ട് നോക്കണം കേട്ടോ. ഈ ഒരു 10, 9, 8, 7, 6 ഇങ്ങനെ ബാക്കിൽ നിന്നും മുന്നോട്ട് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ ആഹാരം ആരോഗ്യത്തിന് ഈ ഒരു ചാപ്റ്ററിന് ഏകദേശം ഒരു 5 to 8 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചലനത്തിനൊപ്പം നമ്മൾ ചലനത്തെക്കുറിച്ച് പഠിച്ച ചാപ്റ്ററാണ്. അതിൽ നിന്നൊരു 3 to 4 to 5 മാർക്കിന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പൂവിൽ നിന്ന് പൂവിലേക്ക്, പൂവിൻ്റെ ഉള്ളിലുള്ള ഘടനയെക്കുറിച്ചും അതിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക അവയവങ്ങളെക്കുറിച്ചും അല്ലേ, കൊറോള, അങ്ങനെ ദളം, വിദളം, ഇങ്ങനെ കുറേ പുഷ്പാസനം അല്ലേ, കാലിക്സ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് അതും ഒരുപാട് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഒരു 4 to 6 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാറ്റത്തിൻ്റെ പൊരുൾ 5 to 6, 1 to 3 നമ്മുടെ ജീവൻ്റെ ചെപ്പുകളിൽ നിന്നും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, മിസ്സല്ലല്ലോ ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ഈ ഒരു 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 9, 8, 7 നമ്മളെ കൗണ്ട് ഡൗൺ പോലെ ഒരു 10, 9, 8, 7, 6, 5, 4, 3, 2, 1
0. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് പഠിച്ചു പോകും. ഈ ഒരു എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് എടുത്ത് നോക്കുക. എന്നിട്ട് ക്ലാസ്സിൻ്റെ നോട്ട്സും ഒന്നെടുത്ത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്, പൊള്ളിയാണ്. നമ്മുടെ എക്സാം നമുക്ക് അടിച്ച് പൊളിച്ച് എഴുതിയിട്ട് പോരാം. അപ്പോൾ എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മിസ്സുമാരോട് വന്ന് പറയണം. അപ്പോൾ ഓക്കെ അല്ലേ? ഈ രൂപത്തിനും ബലത്തിനായിക്കോട്ടെ, ചേർക്കാൻ പരിക്കാം, തിങ്കളും താരങ്ങളും, ഈ ഒരു ചാപ്റ്റേഴ്സൊക്കെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഒന്ന് നന്നായിട്ട് നോക്കണം. അപ്പോൾ അതിൽ നമ്മളെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ്സുമാർ എന്ത് ചെയ്യും? പുറകെ വരും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നമ്മളല്ലെങ്കിൽ ആപ്പിൽ ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിലെല്ലാ ക്ലാസ്സുകളായിക്കോട്ടെ, എക്സാംസ് ആയിക്കോട്ടെ, മെൻഡിവാർ ആയിക്കോട്ടെ, എൻ്റെ മക്കൾക്ക് എക്സാമിന് എന്തൊക്കെ വേണോ ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതിനാണ് നമ്മുടെ എജ്യൂബോട്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാ സംശയങ്ങൾക്കും ഉത്തരം ആപ്പിലുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക? അന്നന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ, ഇനി വരുന്ന ലൈവ്സൊക്കെ കൃത്യമായിട്ട് ആ ഒരു സമയത്ത് തന്നെ കണ്ട് പഠിച്ചു പോവുക. ഇനി നമുക്ക് റിവൈസ് ചെയ്യാനുള്ള സമയമല്ലേ ഉള്ളൂ. നമ്മുടെ എക്സാമിങ് എത്തിയിട്ടുണ്ട്. അപ്പോൾ മിസ്സ് പറഞ്ഞതുപോലെ ഈ ഒരു പ്രകാരം അങ്ങനെ പഠിച്ചു പോവുക. ഏകദേശം ഈ ഒരു റേഞ്ചിൽ മാർക്ക് വരുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പുറകിൽ നിന്ന് മുന്നോട്ട് എന്തായാലും പഠിച്ചു പോവുക. ഇനി നമുക്ക് കളിക്കാനുള്ള സമയമില്ല. ഇനി കളിയൊക്കെ മാറ്റി വെച്ച് ഈ ഒരു 1 മന്ത്, മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് സമയത്ത് കൂടുതൽ കളിക്കുക, കുറച്ച് പഠിക്കുക, ആ ഒരു രീതിയിൽ നമുക്ക് പോയിക്കൂടെ? അപ്പോൾ ഈ ഒരു നമ്മൾ 1 ഇയർ സ്കൂളിൽ പോയതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്ന എക്സാമാണ് ആനുവൽ എക്സാം. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന, നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്ന, നമ്മുടെ കൂട്ടുകാരൊക്കെ പുതിയൊരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്കും പോകണ്ടേ? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പുതിയൊരു ക്ലാസ്സിലേക്ക് പോകണ്ടേ അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഇപ്പോഴത്തെ ഈ ഒരു കളിയൊക്കെ മാറ്റി വെച്ച് കുറച്ച് സമയം, ഈ ഒരു 1 ഇയറിൻ്റെ ആ ഒരു പരിശ്രമം എന്ത് ചെയ്യുക? ഈ ഒരു 1 മന്തിലെ നമ്മുടെ ഒരു ഹാർഡ് വർക്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു 1 മന്ത് കളിയൊക്കെ മാറ്റി വെച്ച്, ഫോണൊക്കെ മാറ്റി വെച്ച്, ഫോണിലൊന്നും നമ്മൾ ഇരുന്ന് റീൽസ് ഒന്നും ഇനി കാണാൻ പോകുന്നില്ല. ഇനി പഠിക്കുന്ന റീൽസാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കണ്ട് എന്ത് ചെയ്യുക? ഈ ഒരു 1 മന്ത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുക, എന്നിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് പഠിക്കുക. അന്നുള്ള കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക, മാറ്റി വെക്കാതെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ ക്ലാസ്സും ഒക്കെ കണ്ട് എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ട് പഠിച്ചിട്ട് എക്സാം നന്നായിട്ട് ക്ലിയർ ചെയ്യുക. നമ്മളെ എജ്യൂബോട്ട് എൻ്റെ മക്കളെ കൂടെയുണ്ട്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.